ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രൊഡക്ഷനൊക്കെ നോക്കിയിരുന്ന് സുധീരേട്ടൻ്റെ അനിയനായിട്ട് അവിടെ വന്ന ശ്രീകാന്തിനെയാണ് എനിക്ക് ഓർമ്മ. അന്നും ഇന്നും ശ്രീകാന്തിനോട് സുധീരേട്ടൻ്റെ അനിയൻ എന്നുള്ള നിലയ്ക്കുള്ള വാത്സല്യം, പിന്നെ ബഹുമാനം, ഡയറക്ടർ എന്നുള്ള നിലയ്ക്കും ആക്ടർ എന്നുള്ള, അതിലുപരി നമ്മുടെ സ്വന്തം ഒരു ഫാമിലിയിൽ നിന്ന് അങ്ങനെ കണ്ടിട്ടുള്ളൂ ശ്രീകാന്തിനെ ഇത്രയും നാളായിട്ട്. ഇങ്ങനെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എൻ്റെ അടുത്ത ആൾക്കാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സിനിമയുടെ മുന്നേ ക്യാമറയുടെ മുന്നേ വരാനുള്ളത് തനിക്കൊന്നും ഇല്ല. അപ്പോൾ ഓക്കെ ഫൈൻ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഐ നെവർ ഇമാജിൻ ദാറ്റ് വുഡ് ഹാപ്പൻ. എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഹൃദയമുള്ള, എങ്ങനെ ഇങ്ങനെ അന്നം കൊടുക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. അവളുടെ ആക്ടിംഗ് ഒന്നും ഒരു സിനിമയിലും വന്നിട്ടില്ല. അവളുടെ കഴിവൊന്നും ഞങ്ങളുടെ നാടകത്തിൽ കിടിലായിരുന്നു. ഹൃദയമുള്ള ഒരു പെൺകുട്ടിയാണ്. അത്രയും എമ്പതിയുള്ള ഒരാളെ കാണാൻ പറ്റും. ഞാൻ പറയും, ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയമുള്ള ഒരു പെങ്കൊച്ചിനെ അടിച്ചോണ്ട് പോയ ഒരു മനുഷ്യനാണ്. രണ്ട് പിള്ളേരുമായി സന്തോഷമായിട്ട് ഇരിക്കുന്നത് എനിക്കത് കാണുമ്പോൾ വലിയ സന്തോഷം. കാരണം അത്രയും ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്നുവിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഭാഗ്യവും വേണം. ആർ യു മോർ ഹാപ്പി ആഫ്റ്റർ Getting married? My life changed after. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഓൾമോസ്റ്റ് 48 ഫിലിംസ് ചെയ്തു. Man. Okay. I was crazy. I wanted to work. I didn't want to sit at home. അത്രേ ഉള്ളൂ. എനിക്ക് വർക്ക് കിട്ടുന്നൊക്കെ ചെയ്യുമായിരുന്നു. ചെയ്യണം. 2018 ഒരു ദിവസം ബിക്കോസ് ഓഫ് എൻ ഇൻസിഡൻറ്റ് സഡൻലി ഐ റിയലൈസ്ഡ് മൈ ഗോഡ്. ഏതോ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞല്ലേ, എന്താ ആക്ച്വലി ഫ്രണ്ട് പറഞ്ഞേ? എല്ലാം അറിയാം. ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? ഇപ്പൊ ലാലേട്ടനെ, മമ്മൂക്കേനെ, ജഗതി ചേട്ടനെ, ശ്രീദേവി മാമിനെ, അല്ല ശ്രീവിദ്യ മാമിനെ, ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൂടെ ഇത്രയും ദിവസം, എത്ര ദിവസം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഷൂട്ട്? ഞങ്ങൾ 24 ദിവസമായിരുന്നു. അതിൽ 21, 22 ദിവസത്തോളം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-22 ദിവസത്തെ ഇവരുടെ കൂടെയുള്ള വർക്ക് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഇപ്പോൾ ഇവരോട് 3 പേരോടും ആസ് എൻ ഇന്റർവ്യൂ ഹോസ്റ്റ് ചോദിക്കാനുള്ള ഒരു ചോദ്യം ചോദിക്കുക. പാർവതിയും ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം, ഞങ്ങൾ തമ്മിലുള്ള പരിചയം 92-93 മുതലുള്ള പരിചയമാണ്. അതുകൊണ്ട് ബട്ട് ആന്നയും ഹരീഷിൻ്റെയും കഥ അവരോട് ആദ്യം ചോദിക്കൂ. അല്ല, എനിക്ക് 3 പേരുമായിട്ട് 3 തരത്തിൽ ബന്ധമുണ്ട്. ഒന്ന്, പിന്നെ ഞാൻ ശ്രീകാന്തിനെ കാണുന്ന ശ്രീകാന്തിന് 19 വയസ്സ് അല്ലേ? ഏഷ്യാനെറ്റിൽ ഞങ്ങൾ സുപ്രഭാതം ചെയ്യുമ്പോൾ പിന്നെ ശ്രീകാന്തിൻ്റെ ഏട്ടൻ, പിന്നെ സുധീരേട്ടൻ, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രൊഡക്ഷനൊക്കെ നോക്കിയിരുന്ന് പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആയിരുന്ന സുധീരേട്ടൻ. സുധീരേട്ടൻ്റെ അനിയനായിട്ട് അവിടെ വന്ന ശ്രീകാന്തിനെയാണ് എനിക്ക് ഓർമ്മ. അന്നും ഇന്നും ശ്രീകാന്തിനോട് സുധീരേട്ടൻ്റെ അനിയൻ എന്നുള്ള നിലയ്ക്കുള്ള വാത്സല്യം, പിന്നെ ബഹുമാനം, ഡയറക്ടർ എന്നുള്ള നിലയ്ക്കും ആക്ടർ എന്നുള്ള, അതിലുപരി നമ്മുടെ സ്വന്തം ഒരു ഫാമിലിയിൽ നിന്ന് അങ്ങനെ കണ്ടിട്ടുള്ളൂ ശ്രീകാന്തിനെ ഇത്രയും നാളായിട്ട്. അങ്ങനെ ഒരു ബന്ധമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ശ്രീകാന്തിനെ മുഖത്ത് നോക്കുമ്പോൾ സുധീരേട്ടനെയും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇങ്ങനെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരുപാട് കഥകളുണ്ട് സുധീരേട്ടനെ കുറിച്ച് പറയാനായിട്ട്. നന്നായി പാടുമായിരുന്നു. ശ്രീകാന്തിൻ്റെ ഒരു കഥകളി ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പെർഫോം ചെയ്യലുണ്ടോ? ഇല്ല, അതിന് താടിയും മീശയൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഞാൻ വിന്നറായിരുന്നു. സുധീരേട്ടൻ മനോഹരമായിട്ട് കഥകളിപ്പദം. അപ്പോൾ ഒരു കഥകളിപ്പദം എന്തെങ്കിലും ഒന്ന് ആ ഒരു കാലഘട്ടം ഒരുപാട് പറയാനുണ്ടാവും. അയ്യോ, ഒത്തിരി ഉണ്ടാവുന്നു, ഒത്തിരി കഥ. എനിക്ക് പറയാനുള്ളത് സുധീരേട്ടൻ്റെ കഥ പറഞ്ഞുകൊണ്ട് പറയണം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ മറ്റൊരാൾക്കും ഇല്ല എൻ്റെ ക്രെഡിറ്റ്, സുധീരേട്ടനാണ്. ഞാൻ എന്നെ TV ചാനലുകളിലേക്ക് കൊണ്ടുപോകുന്നത്, എന്നെ പലരിലേക്കും പരിചയപ്പെടുത്തുന്നത്, എന്നെ പ്രിയൻ സാറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന MG ശ്രീകുമാർ വഴി സുധീരേട്ടനാണ് എന്നെ എത്തിക്കുന്നത്. അത് ഏഷ്യാനെറ്റിലെ സുധീരേട്ടൻ്റെ MG ശ്രീകുമാരേട്ടനായിട്ടുള്ള പരിചയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് സുധീരേട്ടൻ. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കഥകളി, ഏട്ടൻ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ പഠിച്ചിരുന്ന ആളാണ്, നന്നായിട്ട് ചെയ്തിരുന്ന ആളാണ്, യൂത്ത് ഫെസ്റ്റിവലൊക്കെ പ്രൈസ് മേടിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഏട്ടൻ കഥകളി പഠിക്കുക എന്നുള്ളത് സ്വാഭാവികമായിരുന്നു. ഏട്ടൻ വരുന്നു, ഏട്ടൻ പഠിപ്പിക്കുന്നു, പഠിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ പഠിക്കാവുന്നൊരു രാവണനുണ്ട് കഥകളി ലോകത്ത്. അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. പഠിക്കാവുന്ന രാവണൻ കല്ലുവഴിച്ചിട്ടയുടെ വടക്കൻ കഥകളിയുടെ ആചാര്യനായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് വാഴയങ്കട കുഞ്ചുവാശാൻ. വാഴയങ്കട കുഞ്ചുവാശാൻ്റെ പ്രഥമ ശിഷ്യനാണ് അപ്പോട്ടൻ. അപ്പോൾ അത്രയും സീനിയറാണ്. അപ്പോട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആശാൻ, ഞങ്ങളുടെ രണ്ടുപേരുടെ ആശാൻ. അപ്പോട്ടൻ എന്നാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. കൊച്ചുകുട്ടികൾക്ക് അപ്പോട്ടനാണ്. അപ്പോട്ടൻ ബ്രഹ്മചാരിയാണ്.
അപ്പോട്ടൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു അപ്പോട്ടൻ്റെ കളരി. അപ്പോൾ സുധീരേട്ടന് പഠിക്കാൻ പോകുന്നതിന് തലേന്ന് വൈകുന്നേരം ഏട്ടൻ വരുമ്പോഴാണ് എന്നാൽ ഞാനും പോകുന്നത് ഏട്ടൻ്റെ കൂടെ എന്തു ആയാലും നമുക്ക് ഓക്കെയാണ്. അങ്ങനെ പിറ്റേന്ന് പോലെ ഞാനും പോയി കഥകളി കളരിയിൽ എണ്ണയും ഫെസ്റ്റിവലിനൊക്കെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രൈസ് വാങ്ങി തിരിച്ചു വരുമ്പോൾ അച്ഛൻ പറയുമ്പോൾ അതവിടെ വെച്ചിട്ട് കിളക്കാൻ അതിനെ ശരിക്കും അത് കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിപാടി. ഞാൻ മനസ്സിലാക്കുന്ന പാഠം അതാണ്. പ്രാരാബ്ധങ്ങൾ ഒത്തിരിയുണ്ട് അന്നത്തെ കാലത്തെ. നമ്മുടെ ജീവിതം അങ്ങനെയാണ് തന്നെയല്ല. ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കൽ എല്ലാവർക്കും സർക്കാർ ജോലി ആണ്, അല്ലെങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ജോലിയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ഒരു പക്ഷേ നമ്മുടെയൊക്കെ അങ്ങനെയായിരിക്കും. അപ്പോൾ അവിടുന്ന് തന്നെ ഒന്ന് പറിച്ച് എടുത്ത് മറ്റൊരിടത്ത് കൊണ്ട് നടാൻ ധൈര്യം കാണിച്ച ആളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പാർവതി പറഞ്ഞത്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സാധാരണ കുട്ടികളുടെ കുട്ടിക്കാലമല്ല. വൈകുന്നേരങ്ങളിൽ ഇളകിയാട്ട് വിടാനും വൈകുന്നേരം മുഹൂർത്തരസം പഠിക്കാനും ഓരോരോ എപ്പിക്സ് പഠിക്കാനും പിറ്റേന്ന് രാവിലെ 3:30 എഴുന്നേറ്റ് കർക്കിടക മാസം മുതൽ ചിങ്ങമാസം വരെയുള്ള ചിങ്ങം കന്നിമാസം വരെ 3 മാസം നമ്മൾ രാവിലെ 3:30 എഴുന്നേറ്റ് കണ്ണ് സാധകം, കാല് സാധകം, മെയ്യുറപ്പടവ്, അങ്ങനെ വളരെ രസമായിരുന്നു. സാധാരണ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാനും അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ നേരെ വരിക കഥകളി അഭ്യാസത്തിന് വേണ്ടിയാണ്. അപ്പം പകൽ സമയങ്ങളിൽ സ്കൂൾ പരിപാടികളും അക്കാഡമിക്കൽ പരിപാടികളും, പിന്നെ സീസൺ ഉണ്ടെങ്കിൽ അപ്പോൾ കൂടി ഇരുന്ന് കഥകളിക്ക് പല സ്ഥലങ്ങളിലും വേഷം കെട്ടാൻ പോകും. 50 രൂപ, 75 രൂപ, 150 രൂപ. ഏട്ടനൊക്കെ പക്ഷേ ഏട്ടൻ വളരെ പെട്ടെന്ന് തന്നെ ഏട്ടൻ ശ്രദ്ധിക്കപ്പെടുകയും എന്നേക്കാൾ കുറേ കൂടി കൂടുതൽ ശമ്പളം വേതനം പറ്റിയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഫാൻറ്റസിയിലേക്കും ഇവനെ കൊണ്ട് ഇതിന് കൊള്ളും എന്ന്, ഈ പരിപാടി ഇവനെ കൊണ്ട് പറ്റുന്നൊക്കെ സുധീരേട്ടൻ അറിയുന്നത് ഞങ്ങളുടെ കഥകളി അഭ്യാസ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഞാൻ പ്രിയൻ സാറിൻ്റെ അടുത്ത് പോയതും ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേറെ ആർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഇല്ല. ആ പെർഫോമർ ഉള്ളിലുണ്ടല്ലോ. എപ്പോഴെങ്കിലും ആരെങ്കിലും കഥകളി ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ഒരു ആഗ്രഹം വരില്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യണം? എൻ്റെ ആഗ്രഹമല്ല, ഞാൻ തീർച്ചയായിട്ടും ഈ തിരക്കുകൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് കളരികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും സമയമുണ്ടാക്കി തുടങ്ങാനും കഥകളി വേഷം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെയിടയിൽ എപ്പോഴും സിനിമ ചെയ്യുക? അടുത്ത സിനിമ എപ്പോഴാണ്? ഈ വർഷം 2026 2 സിനിമ ചെയ്യും. സെറ്റാണോ എല്ലാം? നമുക്ക് അതുമായിട്ട് വേണ്ടി ഇരിക്കാം. അപ്പൊ ഈ എഡി കഥകൾ തീരില്ല കേട്ടോ. എൻ്റെ 2-3 ചോദ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഇത് തീരില്ല. അടുത്ത ആൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. സിസ്റ്റേഴ്സ് ആണോ അതോ അമ്മയാണോ അതോ ഫ്രണ്ടാണോ? എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൗഹൃദം നമുക്കൊക്കെ തോന്നിയിട്ടുള്ളതാണോ? അത് എനിക്ക് തോന്നുന്നു ലൈക്ക് ഞാൻ വളർന്ന രീതി കൂടുതൽ നോർത്ത് സൈഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ കസിൻസും റിലേറ്റീവ്സിൻ്റെ കൂടെ അങ്ങനെ ഒരു കണക്ഷനൊന്നുമില്ല. എനിക്ക് ആ ചൈൽഡ്ഹുഡ് കുറേ മെമ്മറീസ് ഇപ്പോൾ സ്കൂളിലുണ്ടായിരുന്നപ്പോൾ എല്ലാവരും കഥകൾ പറയും. ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിൽ പോയി, ഇതിന് പോയി, ബാപ്റ്റിസമിന്, അതൊന്നും ഞാൻ അങ്ങനെ അറ്റൻഡ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു ഇച്ചിരി കൂടെ എന്താ പറയുന്നത്, ഞാൻ താമസിച്ച സ്ഥലം എല്ലാം അങ്ങനെ ഗ്ലാമറസും അല്ല. ഏതെങ്കിലും പട്ടിക്കാട്ടിലായിരിക്കും ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിപുര അന്നത്തെ സമയത്തിന്. ഇപ്പോൾ മോഡേൺ ആയിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഐ വാസ് വെരി ഐസൊലേറ്റഡ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഐസൊലേറ്റഡ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ നമ്മൾ ബോണ്ടിങ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത് സിനിമകളായിരിക്കും. എപ്പോഴും ഏതൊക്കെ സിനിമ ആ ഒരു സമയത്തിന് ഏത് ട്രെയിലർ വരുന്നത്, ഒരു വർഷത്തിൽ കൂടിപ്പോയാൽ എനിക്ക് തോന്നുന്നൊരു 10 പടം ആ ഒരു സമയത്തിന്. ഇപ്പോഴാണല്ലോ ഒരാഴ്ചയിൽ 10 പടം ഇറങ്ങുന്നത്. അപ്പം എനിക്കും എൻ്റെ അമ്മയ്ക്കും നമ്മളെല്ലാം പടം കാണും. എല്ലാം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, എല്ലാം പടം. നമുക്ക് ഒരു ബോണ്ടിങ് എക്സ്പീരിയൻസ് ഫിലിംസ് ആയിരുന്നു. ആ ഒരു സമയത്തിന് കുറേ കഥകളും കേട്ടിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. കുറേ നേരം നമ്മളിങ്ങനെ സംസാരിക്കും. പിന്നെ എൻ്റെ അമ്മ എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, ഒരു എന്താ പറയുക, മദർ ഡോട്ടർ നമുക്ക് തമ്മിൽ റെസ്പെക്റ്റ് ഉണ്ട്. ഐ റെസ്പെക്ട് ഹർ വെരി മച്ച് ആസ് മൈ മം. പക്ഷേ ഷീസ് ഗിവൻ മീ ദ ഫ്രീഡം ടു ബി എ ഫ്രണ്ട്. അത് കറക്റ്റായിട്ട് എങ്ങനെയാണ്, വി ബോത്ത് ഹാവ് ബീൻ ഈച്ച് അതേഴ്സ് ക്രച്ചസ്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. അമ്മ ചില കാര്യങ്ങൾ പറയാൻ, എൻ്റെ പ്രശ്നം അതാണ്, എനിക്കതാ ഇൻ്റർവ്യൂസ് ഇഷ്ടമല്ല. ഐ എം വെരി ബാഡ് അറ്റ് ടോക്കിംഗ്, എക്സ്പ്രസിങ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഞാൻ മനസ്സിൽ ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ പുറത്ത് വരുമ്പോൾ 1-2 വരിയേ വരത്തുള്ളൂ. പക്ഷേ അതേസമയം ആക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഫ്രീ ഫോർ മീ. ഒരു ആക്ഷൻ കട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ആളാണ്. ഇതേ അല്ല എൻ്റെ പേഴ്സണാലിറ്റി. ഇവരുടെ കൂടെ ഞാൻ കംഫർട്ടബിളാണ്. ഈ ക്യാമറ കട്ടാകുമ്പോൾ ഞാൻ വേറെ ആളായിരിക്കും. അപ്പോൾ ഫോർ ഷൂട്ടിങ് എൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെ, ഐ എം ഇൻട്രോവേർട്ടഡ്. പക്ഷേ വിത്ത് ഹെർ ഐ ഹാവ് ബീൻ ഫ്രീ. പിന്നെ കുറേ നമുക്ക് സംസാരിക്കണ്ട. ചിലപ്പോൾ മമ്മി എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ എനിക്കറിയാം ഇത് ബുദ്ധിമുട്ടുണ്ട്, ഇത് ചെയ്യണം, ഓർ
ദാറ്റ് വാസ് നാച്ചുറലി അങ്ങനെ വി ബിക്കെയിം ക്ലോസ്. ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതൊരു ഓഡ് ഫാക്ടർ ആയിരിക്കുമോ, അതോ എവറിബഡി എൽസ് നോട്ടീസസ് ദാറ്റ് ആൻഡ് ദേ ഗെറ്റ് വെരി ക്യൂരിയസ്, നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ. എല്ലാവരും ചോദിക്കുന്നത് ചേച്ചിയാണോ എന്നാണ്. നമ്മൾ ഒന്നിച്ച് കണ്ടാൽ തോന്നത്തില്ല മദർ ഡോട്ടർ. ഒരു ലൈസൻസ്ഡ് ഡ്രോൺ ഓപ്പറേറ്റർ നമ്മുടെ ലൈസൻസ്ഡ് അല്ല ലൈസൻസ് അല്ല, കാഷ്വൽ ആണ്, ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ടാണ്. ഇല്ല അല്ല അല്ല ലൈസൻസ്ഡ് ഹോബിയാണ്. ലൈസൻസ്ഡ് ആവുമ്പോൾ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ കമേഴ്ഷ്യൽ. അതാ. പക്ഷെ എന്തെങ്കിലും ഒരു സിനിമ എടുക്കണം കേട്ടോ. ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? ചെയ്യണം, ഞാൻ ചെയ്യാം. പിന്നെ അങ്ങനത്തെ ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ചേട്ടന്റെ പടത്തിന് വിളിച്ചാൽ മതി. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. അടുത്ത വർഷം 2 പടം സെറ്റ്. ആൻ ശീതളിന്റെ സിനിമ സംവിധാനവും നമ്മളിവിടെ വെച്ച് അനൗൺസ് ചെയ്തു. അതാ സിനിമ സംവിധാനം ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് വെച്ചാല് എല്ലാത്തിനെ കുറിച്ചുള്ള സെൻസ് ഞാൻ പറഞ്ഞില്ലേ 360 ഡിഗ്രിയിലാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അതിനോടുള്ള ഒരു ഇഷ്ടത്തിൽ വന്നാണോ? ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെയാണല്ലോ. എനിക്ക് തോന്നുന്ന സിനിമയോട് ഒരു ഇൻട്രസ്റ്റ് ആയത് കൊണ്ടായിരിക്കാം. ചെറുപ്പം മുതൽ എനിക്ക് നമ്മുടെ ഈ ബിഹൈൻഡ് ദ സീൻസ് കാണാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിൽ ആക്ച്വലി എൻ്റെ ഒരു ആഗ്രഹം ഒരു ആനിമേറ്റർ ആവണമെന്നായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ വരയ്ക്കും. അപ്പോൾ അത് കാരണം ഐ തോട്ട് വലുതായി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ആനിമേറ്റർ ആകാം. പിന്നെ മനസ്സിലായ അത് വളരെ നല്ല പണിയാണ്, ഡിഫിക്കൽട്ട്. ചെറിയ പണിയല്ല, ഒത്തിരി ആവേഴ്സ് ഉണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫിയുടെ അടുത്തൊരു ഇൻട്രസ്റ്റ് തോന്നി. ബിക്കോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എൻ്റെ അടുത്ത ആൾക്കാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സിനിമയുടെ മുന്നേ ക്യാമറയുടെ മുന്നേ വരാനുള്ളത് തനിക്കൊന്നും ഇല്ല. അപ്പോൾ ഓക്കെ ഫൈൻ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ബിഹൈൻഡ് ദ സീൻസ് നോക്കാം. എൻ്റെ എക്സ്പീരിയൻസ് ഇസ് മോർ ലൈക്ക് റിഫ്ലക്ടർ പിടിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് പൊക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരുന്നു. ഐ ട്രൈഡ് ആൻഡ് ഐ ഹാഡ് ഫൺ. അപ്പോൾ എന്തെങ്കിലും സിനിമയുടെ ഒരു ഭാഗം ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടി, ആക്ടിങ്, ഐ നെവർ ഇമാജിൻ ദാറ്റ് വുഡ് ഹാപ്പൻ. പിന്നെ മൈറ്റ് ആസ് വെൽ ഒരു ഹിറ്റും വരുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ചാൻസ് കിട്ടുമ്പോൾ ഐ എം വെരി ഹാപ്പി. എൻ്റെ ലൈഫിൽ കുറേയൊക്കെ സിനിമ ഹാസ് ബീൻ a part in every way. ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് ആയിരുന്നു. ആ ഒരു സമയത്തിന് ഹാരി പോട്ടറുടെ VFX ഞാൻ അപ്പോഴാണ് ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ മാജിക് ഇത്രയൊക്കെ നല്ല ഭംഗിയാണോ, ഞാൻ എല്ലാം ഇരുന്ന് കാണുമായിരുന്നു. ഈ ഗെയിംസ് ഉണ്ടാക്കുന്നതിൻ്റെയും ഡെവലപ്പിങ്ങും അതെങ്ങനെയാണ്. ഐ യൂസ് ടു ബി വെരി ഇൻട്രസ്റ്റഡ് വിത്ത് ഓൾ ദോസ് സബ്ജക്ട്സ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇവിടെ എല്ലാവരും സെറ്റിലും എന്നും ശ്രീകാന്തേട്ടന് കുറേ കഥകളുണ്ടായിരിക്കും. ശ്രീകാന്തേട്ടൻ, സുധി ചേട്ടൻ ശരിക്കും മിസ്സായിപ്പോയി. സുധി ചേട്ടനും പ്രശാന്ത് ഏട്ടനും ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും കഥകൾ കിട്ടും. അപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കത്തുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെയാണല്ലേ ചെയ്യുന്നത്. എങ്ങനത്തെ സിനിമ ചെയ്യാനാ പ്ലാൻ? ഇതുപോലെ കൂടുതൽ VFX ഉള്ള ആനിമേഷൻ അങ്ങനത്തെ ഒരു മൂവിയാണോ? ഇല്ല, VFX അല്ല. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇഫ് ഗോഡ് പെർമിറ്റ്സ് അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്. ഒരെണ്ണം എക്സ്ട്രീം റൊമാൻറ്റിക്കും പിന്നെ ഒരെണ്ണം എക്സ്ട്രീം വയലന്റ് ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ജസ്റ്റ് കംപ്ലീറ്റ് 2 ഡിഫറെന്റ് ജോണർ. ഷീ വിൽ ഡു ഇറ്റ്. അത്രയും ഒരു ബ്രില്യൻ്റ് ആണ്. വേറെ ഒരാളാണ്, നമ്മൾ ഈ കാണുന്ന ആളല്ല, വേറൊരാളാണ്. അത് എന്തെങ്കിലും ഒരു കാലത്ത് ലോകം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഥകളൊക്കെ നമുക്കുണ്ട്. വി ആർ ക്രിയേറ്റീവ്. എല്ലാവരുടെ കയ്യിൽ കഥയുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ പടത്തിൽ തന്നെ കുറേ സീൻസ്, അതിൻ്റെ സജഷൻസ് മാല ചേച്ചി കുറേ തന്നിട്ടുണ്ട്. കുറേ സീൻസ് എഴുതി വി കുഡ് റീറൈറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ബെറ്റർ ബിക്കോസ് ഓഫ് ചേച്ചി. ഈ പടത്തിൽ എല്ലാവരുടെയും ക്രിയേറ്റീവ് വർക്കാണ്. അല്ലെ അങ്ങനത്തെ ഒരു യൂണീക്നെസ് യു ഡോണ്ട് ഗെറ്റ് എവറി സെറ്റിൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ എൻ്റെ ഹരീഷ്, ഇത് എൻ്റെ ഹരീഷാണ്. ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയമുള്ള ഒരു പെങ്കൊച്ചിനെ അടിച്ചോണ്ട് പോയ ഒരു മനുഷ്യനാണ്. ഏറ്റവും ഹൃദയമുള്ള, ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഹൃദയമുള്ള എന്ന് വെച്ചാൽ ചിന്നു നാടകത്തിലുണ്ടെങ്കിൽ, ചിന്നു സ്ഥലത്തുണ്ടെങ്കിൽ 25 പേരുണ്ട്. എന്തൊരു അക്ഷയപാത്രമാണോ ആ പെണ്ണ്, എന്തൊക്കെയോ കുറച്ച് ആഹാരം വാങ്ങിച്ച് ഇത്രയും പേരെ കൂട്ടും. അവൾ കഴിക്കുകയില്ല, പക്ഷെ മുഴുവൻ പേർക്കും ഭക്ഷണം കൊടുക്കും. എങ്ങനെ ഇങ്ങനെ അന്നം കൊടുക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഇത്രയും സ്നേഹമുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും കണ്ണു നിറഞ്ഞു. അത്ര എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ എനിക്ക് ചിന്നുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഞാനിങ്ങനെ പേജസ് ആൻഡ് പേജസ് പറയും. അത് അങ്ങ് ഹരീഷ് അങ്ങ് കൊണ്ടുപോയി, 2 പിള്ളേരുമായി സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്കത് കാണുമ്പോൾ വലിയ സന്തോഷം. കാരണം അത്രയും ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്നുവിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഭാഗ്യവും വേണം. അതാണ് എത്ര ഹൃദയമുള്ള ആളെ ചിന്നു എടുക്കത്തില്ല. ചിന്നുവിനെ കുറിച്ചും പാർവതി പറഞ്ഞിട്ടാണ് ഞാൻ കൂടുതൽ അറിയുന്നത്. ചിന്നു സിനിമാറ്റോഗ്രാഫറാണ്.
തിയേറ്റർ തിയേറ്റർ പോണ്ടിച്ചേരി പഠിച്ചതാണ്. പഠിച്ചത് ആർട്ടാണ് പഠിച്ചത്, പക്ഷെ ആക്ടറാണ്. അവളുടെ ആക്ടിംഗ് ഒന്നും ഒരു സിനിമയിലും വന്നിട്ടില്ല. അവളുടെ കഴിവൊന്നും ഞങ്ങളുടെ നാടകത്തിലൊക്കെ ഇടില്ലായിരുന്നു. ഇരകളോട് മാത്രമല്ല സംസാരിക്കേണ്ടത്. ചിന്നു ഒരു, ഞാൻ പറഞ്ഞില്ലേ, ചിന്നുവിനെ എനിക്ക് ഒറ്റ വാക്കി പറയാൻ, ചിന്നു ഹൃദയമുള്ള ഒരു പെൺകുട്ടിയാണ്. ഇത്രയും എമ്പതി ഉള്ള ഒരാളെ കാണാൻ പ്രയാസം. ഇപ്പൊ അതാണ് നമുക്ക് വേണ്ടതും അല്ലേ? അല്ലേ? ഉറപ്പായിട്ടും ശരിയല്ലേ? അതാണ് ഇക്കാലത്ത് Compassion. അതെ, ഇപ്പൊ ഇക്കാലത്ത് നമുക്ക് വേണ്ടത് അതാണ്, empathy. വിട്ടുപോകുന്നത് അതാണ്. Are you more happy after Getting married? marrying? അവ എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. Give the right My answer. life changed after meeting Chinnu because ഞാൻ ചിന്നുവിനെ കുറെ കാലമായിട്ട് മാമാങ്കത്തിലാ അറിയാം. കാണുന്നത്, എനിക്കറിയാം. നന്നായി മാമാങ്കത്തിലാ settle സെറ്റിൽ ആയിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു അവിടെ. അത് പ്രതീക്ഷിക്കാതെ കാണാം. അതിന് മുമ്പ് 2016 ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ഒരു ഡയറക്ടറെ വിളിച്ചിരുന്നു. ഇങ്ങനെ ഹരീഷ് നിന്നെയും ചിന്നുവിനെയും വെച്ചിട്ടാണ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ആ കഥ എനിക്ക് വർക്കായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി അത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ആ ഷോർട്ട് ഫിലിം വേറെ കാസ്റ്റായിട്ട് അത് ചെയ്തു. അപ്പം അത് റിലീസായപ്പോൾ ഞാൻ ചിന്നുവിന് മെസ്സേജ് അയച്ചു, ഇറ്റ് വാസ് നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് 2016. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ കുറേ സാധനങ്ങൾ സംഭവിച്ചു. ആൻഡ് ഞാൻ മാമാങ്കം സെറ്റിൽ ഒരു ദിവസം ഞാൻ പപ്പേട്ടനെ കാണാൻ പോയ സമയത്ത് ഞാൻ അതുവരെ ചിന്നുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം പപ്പേട്ടനെ കാണാൻ പോയ സമയത്ത് ഒരു ഒരു പെൺകുട്ടിയുണ്ട്, ഓടുന്നു, ലൈറ്റിലേക്ക് ഓടുന്നു, ക്യാമറയിലേക്ക് മനോജ് പിള്ളയുടെ അസോസിയേറ്റ്. മനോജ് ചേട്ടനെ അസിസ്റ്റ് ചെയ്യുമായിരുന്നു. അത് ചിന്നു ആണോ എന്ന് എനിക്കൊരു സംശയമാണ്. പിന്നെ ഒരു മോൺസ്റ്ററിൻ്റെ അടുത്ത് വന്നു നിന്നപ്പോൾ പതുക്കെ ചിന്നുവിൻ്റെ അടുത്ത് പോയിട്ട്, ഐ വാസൻ ഷുവർ ഇറ്റ് വാസ് ചിന്നു. അടുത്ത് പോയിട്ട് രാത്രിയായിരുന്നു ഷൂട്ട്. അപ്പം ഒരു 2-3 സ്റ്റെപ്പ് ബാക്കിൽ നിന്നിട്ട് ഞാൻ ചിന്നു തിരിഞ്ഞു നോക്കി. അപ്പം ഓക്കെ ചിന്നു എന്ന് പറഞ്ഞു. അവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതെല്ലാം സംഭവിച്ചു. ബട്ട് ഞാൻ ഒരു വൈറ്റ് ഷോട്ടും ഒരു ട്രാക്കും 2 സജഷനും ഒരു ക്ലോസും റിയാക്ഷനും ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. അത് ചിന്നുവിനെ ഞാൻ അന്ന് കാണുന്ന ദിവസം ഞാൻ ഭയങ്കര മോശാവസ്ഥയിലായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു ജീവിതത്തിൽ. ഹരിശേഷ ഞാൻ ബാക്കി പറയട്ടെ. ഒരു 10 മിനിറ്റിൽ മൂഡ് ശരിയായി. കറക്റ്റോ? 15 മിനിറ്റിൽ 10 മിനിറ്റ് അല്ല. അന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് പോലുമില്ല. പിന്നെ അത് കഴിഞ്ഞ് സാധാരണ അങ്ങനെയാ. നമ്മളൊരു 5 മിനിറ്റിൽ നമ്മൾ ഏത് മൂഡിലിരുന്നാലും ചിന്ത എലിവേറ്റ് ചെയ്യും. പിന്നെ ഒരു 1-2 മിനിറ്റ് അപ്പം സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്ലോലി. ബട്ട് എനിക്കൊരു ഭയങ്കര ഒരു സേവിയറായിട്ടാണ് തോന്നുന്നത് ചിന്നു എൻ്റെ ജീവിതം. അപ്പൊ ഹൗ ഡിഡ് യു ഗൈസ് ഫാൾ ഇൻ ലവ്? ഇത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്? ഇതൊരു ഇഷ്ടമാണ്? അത് ഇൻസ്റ്റന്റ് ആയിരുന്നു എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ സജഷൻ ഷോട്ടിലൊക്കെ ഓക്കെയാണ്. കൺവേ ചെയ്യാനുള്ള ഒരു ടൈം. അതെ അതെ, പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഹൗ ഡിഡ് യു ഫാൾ ഇൻ ലവ് എന്ന് പറഞ്ഞാൽ അതിനൊരു റീസൺ ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇറ്റ് ഹാപ്പൻ. നമ്മൾ ഒരാളോട് കൂടെ സംസാരിക്കുമ്പോൾ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, സോ ആ ഒരു കണക്ഷനാണ്. മീറ്റ് ചെയ്തിട്ടില്ലേ മഞ്ജു? എനിക്ക് ഷീ ഈസ് മോർ ലൈക്ക് എ ഫ്രണ്ട്, ഷീ ഈസ് മോർ ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. സോ അങ്ങനെയാണ്. അപ്പം എനിക്ക് എൻ്റെ ജീവിതം വേറെ ഒരു ഹയർ ഗിയറിൽ പോയത് ഓൺലി ആഫ്റ്റർ മീറ്റിംഗ്. അല്ല ചിന്നു ദോശയൊന്നും മറിച്ചിട്ടോലെ ആവൂല. അത് സ്റ്റാറിലോട്ടൊക്കെ മിൽക്കി വേയിൽ കൊണ്ടുപോകും. ഷീ ഈസ് വെരി ഹാപ്പി. വി ആർ ബ്ലെസ്ഡ് വിത്ത് 2 kids. Elder one is a boy. He's going to be 3. Younger one is going to be 1-year-old in December. റീൽസ് കാണാറില്ല മഞ്ജു? ആദ്യത്തെ കുഞ്ഞിന്റെ പ്രസവം തൊട്ട് കാണാൻ പോകാനിരിക്കും ഇതുവരെ പോയിട്ട്. ചിനോ ചേച്ചി എന്റെ 7ാമത്തെ കൊച്ചിന് 1 വയസ്സായി കേട്ടോ, ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. സന്തോഷമായിരിക്കട്ടെ. ഈ 2016, 2017 പറയുമ്പോൾ ആ ടൈമിലല്ലേ ഇനി പോലീസ് വേഷങ്ങളൊക്കെ വരുന്നത്, ഞാൻ ഫിൽട്ടർ ചെയ്തേ ചെയ്യുന്നുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? 2018. So 2010 എൻ്റെ ഫസ്റ്റ് ഫിലിം. 2013 മിഡ് വരെ എനിക്ക് വേറെ സിനിമകളില്ല. ഷോ വീട്ടിൽ പോസ്റ്റായിരുന്നു. ഭയങ്കര നോട്ട് ഇൻ എ ഗുഡ് സ്പേസ്. ഇത് ഒരു പോയിന്റിൽ ഞാൻ തിരിച്ചു ജോലിക്ക് പോവാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്താണ് പിന്നെ മാജിക്കലി തിങ്സ് ഹാപ്പൻ. പിന്നെ അത് 2013 മിഡ്. ഐ വാസ് ക്രേവിങ് ഫോർ വർക്ക്. അത് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിക്കോട്ടെ, വീട്ടിലുള്ള അമ്മയുടെ ടെൻഷൻ എല്ലാം കൂടി എനിക്ക് ആകെ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ദെൻ ഐ വാസ് റണ്ണിങ് ലൈക്ക് വൺ മാഡ് ഡോഗ്. പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഒരു 5 കൊല്ലം, അതായത്
5 കൊല്ലത്തിൽ എനിക്ക് ചെയ്യാത്ത എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഓൾമോസ്റ്റ് 48 ഫിലിംസ് ചെയ്തു. Man. Okay. Oh. I was crazy. I wanted to work. I didn't want to sit at home. അത്രേ ഉള്ളൂ. എനിക്ക് വർക്ക് കിട്ടുന്നൊക്കെ ചെയ്യുമായിരുന്നു. ചെയ്യണം. 2017 ജനുവരിയിൽ ഞാൻ ഹരീഷിനെ കാണുന്നത് എവിഎം ഫ്ലോർ. യെസ്. അപ്പം 2018 ഒരു ദിവസം ബിക്കോസ് ഓഫ് എൻ ഇൻസിഡൻറ്റ് സഡൻലി ഐ റിയലൈസ്ഡ് മൈ ഗോഡ് എല്ലാം എന്താ ആക്ച്വലി ഒരുപോലെ ഏതൊരു ഫ്രണ്ട് വന്ന് പറഞ്ഞല്ലേ എന്താ ആക്ച്വലി ഫ്രണ്ട് പറഞ്ഞേ? എല്ലാം എല്ലാം അറിയാം. അല്ല ഒരു പറ. രക്ഷയില്ല. ഞാൻ Friend ഇത് അല്ല. പറഞ്ഞു കേട്ടപ്പോ എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി. ആക്ച്വലി ഫ്രണ്ട് ആണോ ആക്ടർ ആണോ എന്ത് പറഞ്ഞേ? ഭയങ്കര ഭയങ്കര how did you buy ഞാൻ it? തുടക്കത്തിൽ സോ ഞാൻ ആക്ച്വലി ഉദയ് സാറില്ലേ നമ്മുടെ സൗണ്ട് മിക്സിങ് ചെയ്യുന്ന ഉദയ് പ്രിയേട്ടൻ്റെ ഫോർ ഫ്രെയിംസിൽ നമ്മുടെ ഉദയകുമാർ പുള്ളിക്കാരനെ കാണാൻ പോകുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ ഉള്ളിലുണ്ട്. അസിസ്റ്റൻറ്റ് പോയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കാരൻ പുറത്ത് വന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ஹரிஷ் அவர் வந்து என்ன சொன்னார் தெரியுமா அப்படின்னு. வந்து போலீஸ் கேரக்டர் பண்ணுவார்ல அவர் வந்திருக்காரு. That really affected me. It broke me. ഞാൻ 2018 I didn't take up any film. ഞാൻ ഒരു സിനിമയും ചെയ്തിട്ടില്ല. അത് തമിഴായിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, തെലുഗു ആയിക്കോട്ടെ, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. കുറേ സിനിമകൾ വന്നു, പക്ഷേ ഐ സെഡ് നോ. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് എന്നോടാണോ ദേഷ്യം, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിനോടാണോ, അല്ലെങ്കിൽ എൻ്റെ തോട്ട്സിനോടാണോ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റക്കായെന്ന് പറയുന്ന ഒരു ദേഷ്യമായിരുന്നു. ആ സമയത്ത് ഞാൻ ശ്യാമപ്രസാദ് സർ പുള്ളിക്കാരനെ കാണാൻ പറ്റി. അപ്പം ഒരു ബുക്കിൻ്റെ സ്റ്റോറി, അപ്പം അത് സിനിമയായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ എടുത്തതിൻ്റെ ഒറ്റ റീസൺ, ഹി സെഡ് യു ഹാവ് ടു ലൂസ് വെയ്റ്റ്. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഐ ലോസ്റ്റ് അറൗണ്ട് 14 kilos ബിക്കോസ് എനിക്ക് ദേഷ്യമാണ്. എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട. എനിക്ക് കംപ്ലീറ്റ്ലി ഇതെന്നെല്ലാം ബ്രേക്ക് ചെയ്ത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര ഒരു ദേഷ്യത്തിൽ ചെയ്തതാണ്. പിന്നെ ആ സിനിമ ചെയ്തു. ആ സിനിമ ചെയ്യുന്ന സമയത്ത് പാരഞ്ജിത്ത് സർപ്പേട്ടയ്ക്ക് വിളിച്ചു. എന്നെ കണ്ടപാട് പുള്ളിക്കാരൻ ഷോക്കായി, വിൽ നോട്ട് വർക്ക് ഔട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് സുഴൽ എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്തു. അതിൽ ഐ പ്ലേഡ് എ ട്രാൻസ് ക്യാരക്ടർ, നോട്ട് ലൈക്ക് വിസിബിളി ബട്ട് ഇപ്പം ട്രാൻസ് എന്ന് പറയുന്ന അത് പറഞ്ഞത് കൊണ്ട് പറയുക. ഇപ്പം ട്രാൻസ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന അപ്പം തന്നെ മറ്റേ സാരി ഉടുത്ത് ലിപ്സ്റ്റിക്. നോ, വി ക്യാൻ ബി നോർമൽ, ബട്ട് ഉള്ളിൽ നമ്മൾ ട്രാൻസ് ആയിരിക്കും. അത് നമുക്ക് സോ അത് നമുക്ക് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു. ആൻഡ് അത് ഭയങ്കരമായിട്ട് എനിക്കൊരു ചേഞ്ച് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിങ്സ് ഹവ് ബിൻ ഡിഫറെൻറ്റ്. പിന്നെ എവിടെയല്ലോ ഞാൻ വിചാരിക്കുന്നത്, അതായത് ഞാൻ നോ പറയാത്ത ആളാണ്. ഇല്ല, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് 2018 കഴിഞ്ഞിട്ട് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഐ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ്. നോ. തുടക്കമൊക്കെ പറഞ്ഞ ഇതെങ്ങനെയായിരുന്നു. നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടലുണ്ടായിരുന്നു. ബട്ട് അത് ഓക്കെ ആണോ, അവരോട് നോ പറഞ്ഞത് ഓക്കെ ആണോ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ എം ഓക്കെ. ഐ തിങ്ക് എനിക്ക് പറ്റൂല എങ്കിൽ പറ്റൂല എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ മായനദി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ്. നോട്ട് ബിക്കോസ് ഡിഫറെന്റ് അല്ലേ? അത് ഭീഷ്മപർവ്വത്തിലും പോലീസല്ലേ? പോലീസിന്റെ പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ പോലീസ്. എന്താണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറയുന്നതാണ് is important. അപ്പം മായനദി is one of the most important films. It is not about the again അതിൽ സ്ക്രീൻ സ്പേസ് അല്ല, പക്ഷേ ആ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു. ആ ക്യാരക്ടർ ആ സിനിമയിൽ ഭയങ്കര ഒരു മനുഷ്യനാണ്. ആ മാത്തൻ്റെയും അയാളുടെയും ജീവിതം ഒരുപോലെയാണ്. അയാൾ ഈ എൻ്റെ ക്യാരക്ടർ കല്യാണം കഴിച്ചു, ന്യൂലി മാരിഡ്. ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ അതേ മൈൻഡ് സ്പേസിലുള്ള ഒരു ക്യാരക്ടർ. ഇവർ രണ്ടുപേരും, ഇയാൾക്ക് എൻ്റെ ക്യാരക്ടറിന് മാത്തനെ രക്ഷിക്കണം എന്നുണ്ട്, പക്ഷേ ഹി കാൻ ഡു ഇറ്റ്. സോ അത് ആ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, ഉള്ളിലുള്ള ആ ഫൈറ്റിൽ അത് ഭയങ്കരമായിരുന്നു. ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സോ മായനദി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസിൽ ടോപ്പിലായിരിക്കും അത്. യെസ്. അപ്പം അതാ അങ്ങനെ നമ്മൾ നോ പറയുന്നത്
എനിക്ക് തോന്നുന്നു എന്നെ പോലെ കുറെ പേര് ഉണ്ടാവും തോന്നുന്നു. ഉണ്ട് 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 ഉണ്ട്. ഉണ്ടാവും നമ്മളെപ്പോഴും പറയില്ല, ഇപ്പൊ കുട്ടികളെ ആണെങ്കിലും ആദ്യം പഠിപ്പിക്കേണ്ടത് നോ പറയാനാണ്. ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ഇപ്പൊ പാരന്റിങ്ങിലൊക്കെ, ഇപ്പൊ നമ്മൾ പാരന്റിങ് ക്ലാസ്സസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആദ്യം പറയുന്നത് കുഞ്ഞുങ്ങൾ നോ പറഞ്ഞാൽ അത് നോ ആണെന്ന് ആദ്യം പാരന്റ്സ് ആണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അവരുടെ ആ നോക്ക് ഒരു വില ഉണ്ടെന്ന്, എന്നാലേ നമുക്ക് ഭാവിയിലും നോ പറയാൻ പറ്റും. അത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ പോലും അറിയേണ്ടത് നമ്മൾ ഈ പീപ്പിൾ പ്ലീസേഴ്സ് ആയി മാറും. അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ, ഇവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഈസ് ഇറ്റ് ഈസി ഫോർ യു? നോ, വെരി ഡിഫിക്കൾട്ട്. ഞാൻ നോ പറയില്ല, ആ പറയില്ല, നോ പറയില്ല. എന്നുവെച്ചാൽ അങ്ങനെയല്ല. പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് ആൾക്കാർ യെസ് പറയേണ്ട കാര്യങ്ങൾ ചോദിക്കാറില്ല. ഓ മൈ ഗോഡ്. അല്ല, എത്രയും വലിയ കാര്യങ്ങളെ, എത്ര വലിയ കാര്യങ്ങളെ ജസ്റ്റ് ഒരു കുണുക്കിലെ തീർത്ത് പരിപാടി. ഞാൻ ചോദിക്കാറില്ല എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ പറയാം, 3 പേരോട് 3 ചോദ്യം ഞാൻ ചോദിച്ചു, എല്ലാം ഓക്കെ ആയിരുന്നില്ലേ? സെറ്റായിരുന്നു, പണി മറന്നിട്ടില്ല അത്. എല്ലാ 3 ചോദ്യങ്ങളും ഭയങ്കര പേഴ്സണൽ. അതാ വേണ്ടത്, അതാണ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇത്രയും ദിവസം നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ കിട്ടിയാൽ ചേച്ചി എന്ത് ചോദിക്കുന്നുള്ള ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് അങ്ങനെ കാണാൻ കിട്ടാറില്ലല്ലോ. അപ്പൊ വാട്ട് എവർ ഷീ ആസ്ക് അതൊരു ഇച്ചിരി ഡെപ്ത് ഉണ്ടാവും എന്തായാലും. ഞാൻ ഒരു ചോദ്യം ചേച്ചിയോട് ചോദിക്കട്ടെ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വാടകയ്ക്ക് മാറി താമസിക്കുന്ന കാലത്ത്, വളരെ ബഡ്ജറ്റഡ് ആയിട്ട് താമസിക്കുന്ന കാലത്ത്, ഒരൊറ്റ സിനിമ എന്ന് തീരുമാനിച്ചിരുന്ന സമയമാണെന്ന് വെക്കൂ. അപ്പോൾ ഒരു സിനിമ കാണാൻ കിട്ടാണ്. ഇപ്പം ഇറങ്ങി ഏത് സിനിമ പോയി കാണും? ആ ഒരൊറ്റ സിനിമയുടെ ലിസ്റ്റിൽ ഏത് സിനിമയെ പെടുത്തും? ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമയിൽ ഈക്കോ. ഇപ്പൊ ഇതിന്റെ പ്രസിഡന്റിന്റെ സമയത്ത് പറഞ്ഞ വേറൊരു സാധനം കൂടെ, ഈക്കോയിൽ അശോകേട്ടന്റെ ഡയലോഗ് കേട്ടപ്പോ ഈ സിനിമയാണ് ഓർമ്മ വന്നത്. അതെന്താ, അത് നമ്മുടെ സിനിമയെ പറ്റി പറഞ്ഞ പോലെ ഉണ്ടല്ലോ എന്ന്. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഐ യു ടോക്കിംഗ് അബൌട്ട് ആ ടീച്ചറൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ മനസ്സിൽ വിചാരിച്ചേക്കുന്നതല്ല ഇത് എന്നാണോ ഉദ്ദേശിച്ചത്, അതോ ഇതിലുള്ള മനുഷ്യന്മാര് ആ കാണുന്ന പോലെ എന്നാണോ ഉദ്ദേശിച്ചത്? പിന്നെ ഈക്കോ എഴുതിയത് ബാഹുൽ രമേശാണ്. ഗ്രേസ് വില്ല എന്ന് പറഞ്ഞ അവരുടെ ആ ടീമിൻ്റെ ഇൻക്ലാബ്സിൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ ബാഹുലിനെ ബാഹുൽ ഇങ്ങനെ ആ സെറ്റിലോട്ട് കയറി വന്ന് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചാണ്, ദൈവം ഈ പയ്യൻ സ്റ്റാർ ആവുമല്ലോ, എന്തൊരു നോളജാണ്, വളരെ വായനയുള്ള പയ്യനാണ്, ഇൻസ്ട്രക്ഷൻ ഇടയ്ക്ക് നീ വന്ന് 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ ബാഹുലിൻ്റെ ഫാനാണ്, എന്ന് വെച്ചാൽ അത്ര മെടുക്കണം. ഞാൻ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വേണുചേട്ടനെ അടക്കം, എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ DOP സിനിമറ്റോഗ്രാഫർ വേണുചേട്ടനെ അടക്കം ഞാൻ ബാഹുലിൻ്റെ വർക്കൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര മിടുക്കനാണ് ഞാൻ. അങ്ങനെ ബാഹുലും അതെ, ബിനോയ് അതെ, എൻ്റെ സിനിമ നല്ല പിള്ളേരാണ്, മിഥുൻ, ആ ടീം മൊത്തം. അപ്പോൾ ബാഹുല് എൻ്റെ ഒരു സിനിമയിലെ ഒരു വരി അത്രയും ശ്രദ്ധയോടെ മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ ഇതൊരു ജനറൽ വരിയാണെങ്കിൽ പോലും ഇതുവരെ ആരും ഒരു സിനിമയിൽ ഇത് പറഞ്ഞിട്ടില്ല. വരി ഇതാണ്: നമുക്കൊരാളെ അറിയാവുന്ന വെച്ച്, നമുക്ക് പരിചയമുണ്ടെന്ന് വെച്ച് അവരെ നമുക്ക് അറിയാമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കൊരാളെ പരിചയമുണ്ടെന്ന് വെച്ച് നമുക്കവരെ അറിയാമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഈ സിനിമയിൽ ആ ടാഗ് ലൈൻ ഭയങ്കര കറക്റ്റ്. റൈഡിൽ ഒരാളെ നമുക്ക് പരിചയമുണ്ടെന്ന് വെച്ച് നമുക്കവരെ അറിയാമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ടാഗ് ലൈൻ. എനിക്ക് തോന്നുന്നത് ഭയങ്കര റിയൽ അല്ലേ? ഭയങ്കര റിയൽ അല്ലേ? വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഇതിപ്പം അത് നിങ്ങൾക്കും പറയാം, എനിക്കും പറയാം, എല്ലാവർക്കും യൂണിവേഴ്സൽ ട്രൂത്ത്. നമുക്ക് ഇപ്പൊ ഈ നിമിഷം പോലും നമുക്ക് പരിചയമുണ്ടെന്ന് വെച്ച് പരസ്പരം അറിയാമെന്ന് പറയാൻ നിർബന്ധമില്ല. എന്നാൽ മഞ്ജുര് കുറെ അറിയാമെന്ന് തോന്നുന്നല്ലേ? നമ്മൾ തന്നെ മറന്നുപോയ കാര്യമൊക്കെ മഞ്ജു പറയുക. നല്ല അതെ, ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയത് മറ്റേ ഒരു അസിസ്റ്റന്റ് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതാണ്. ഞാൻ ആരെടുത്ത് പറഞ്ഞു എന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതാലോചിക്കണ്ട, അത് നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യമില്ല. എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് ഞാനിത് എങ്ങനെ അറിയണം അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് ഗുണം ഉണ്ടാവട്ടെ, സിനിമ വമ്പൻ ഹിറ്റായി മാറട്ടെ. ചേച്ചി പറഞ്ഞ പോലെ ഈ സിനിമ കാണുമ്പോൾ ആ ടീസറിലും ട്രെയിലറിലും ഒന്നും കണ്ടതല്ലാണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണാനുണ്ടാവും. ചെറിയ സിനിമയാണ്, 1 മണിക്കൂർ 40 മിനിറ്റ്. എക്കോയുടെയും അതിനു മുമ്പത്തെ കൃഷ്ണകാണ്ഡത്തിനും അതിനു മുമ്പുള്ള കക്ഷി അമ്മണിപ്പള്ളിയുടെ എഡിറ്ററാണ് സിനിമയുടെ എഡിറ്റർ. അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് സൂരജ്. ലിജു പ്രഭാകറാണ് കളറിസ്റ്റ്. എല്ലാവരും നല്ല ടീമാണ്. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കും. ഞങ്ങൾ ശരിക്കും ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പാക്കപ്പ് പാർട്ടി ഉണ്ടായിരുന്നേ. ആരും പോവാത്ത പാക്കപ്പ് പാർട്ടി, വെളുപ്പിന് 5 മണി വരെ എല്ലാവരും ആരും പോയി, എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു റൂമിലല്ല, ഇവരെല്ലാരും ഞാനും ഉണ്ടായിരുന്നില്ല, ഞാൻ ഹരീഷ് മാത്രം വീഡിയോ കോൾ വിളിച്ചു. അപ്പം ഇവരെല്ലാരും കൂടെ പുറത്തു പോയി. പിന്നെ ഇവിടെ കയാക്കിങ് പോയോ? ആൻഡ്
കാർമ്മികത്വത്തിൽ എല്ലാവരും കിടക്കുക അവർ ആന അറേഞ്ച് ചെയ്തു അവര് കാണാൻ പോകും. ആനാണ് നിന്റെ ആള്. ആ ആനൊരു ഭയങ്കര ഓർഗനൈസർ, ശരിക്കും പറഞ്ഞ ഒരു ക്യാപ്റ്റനാണ്. അത്രയും അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ പുഷ് ചെയ്ത് നിർത്തത്തില്ല. പക്ഷെ എന്നെ അവിടെ പ്ലേസ് ചെയ്യുന്ന ഒരു കാലം വന്നാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദാറ്റ്, ബിക്കോസ് ഷീ ഈസ് ഗോട്ട് അമേസിങ് ഓർഗനൈസേഷൻ സ്കിൽ ആൻഡ് ഇത്രയും ഭയങ്കര കൊച്ചിന്. ആൾക്കൊരു ലീഡർ ആവാനും ചേച്ചിക്ക് അതിന്റെ ടീം മെമ്പർ ആവാനുള്ള സാധ്യത കിട്ടട്ടെ. അപ്പൊ എല്ലാ രീതിയിലും സിനിമ ഒരു വമ്പൻ സക്സസ് ആവട്ടെ. സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ബാക്കി താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്.